ചെറിയുള്ളി ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ചെറിയുള്ളി എടുക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക, രണ്ടും കൂടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കുക. വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇടാവുന്നതാണ്. നല്ലതാണല്ലോ, കറിവേപ്പില എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പോൾ അത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അടുത്തത് വറക്കാനുള്ള സാധനങ്ങൾ: കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് മല്ലി, കുരുമുളക്, ഒരു 2 കഷ്ണം ചെറിയുള്ളി. എരിവ് വേണ്ടവർക്ക് 2 ചുവന്ന മുളകും കൂടി ചേർക്കാവുന്നതാണ്. അതെല്ലാം കൂടി നല്ലോണം വറക്കുക. വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ചുവക്കെ വറക്കുക. ഇത് വറുത്തെടുത്ത ശേഷം നമ്മൾ മിക്സിയിൽ അരയ്ക്കും. ഇത് കണ്ടോ, നല്ല ചുവന്നിട്ടാണ് ഇത് വറന്നിരിക്കുന്നത്. അപ്പോൾ ചുവന്ന് ഈ വറുത്തെടുത്ത ഈ സാധനം നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടില്ലേ ഉള്ളിയും ഉരുളക്കിഴങ്ങും, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി വേവ് വരുമ്പോഴേക്കും തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ അത് നന്നായിട്ട് മിക്സായിട്ട് വേവാവുള്ളൂ. നന്നായി മിക്സായിട്ട് വേവാകുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി വെന്ത ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 കഷ്ണം കരിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡിയായി. ഓക്കെ, താങ്ക് യു.